ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. അതിൽ NL സംഖ്യകൾ നമ്മൾ പറഞ്ഞു, പിന്നെ ഭിന്നസംഖ്യകൾ പറഞ്ഞു. ഇനി അഭിന്നകങ്ങളെ കുറിച്ചും അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ക്വയർ റൂട്ട് ഇത്തരത്തിൽ വരുന്ന കൂടുതലായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അഭിന്നകം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അംശവും ഛേദവുമായിട്ട് എഴുതാൻ പറ്റാത്തത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ്. ഇപ്പോൾ ഓപ്ഷൻ എ 5√2, ഓപ്ഷൻ ബി 2√7, ഓപ്ഷൻ സി 4√3, ഓപ്ഷൻ ഡി 3√6. അപ്പോൾ ഇതിൽ വലുത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി? ഡയറക്റ്റ് ഈ സംഖ്യകളെ നമ്മൾ സ്ക്വയർ ചെയ്യും. എന്ന് പറഞ്ഞാൽ 5√2 ഹോൾ സ്ക്വയർ ചെയ്യുന്നു, 2√7 ഹോൾ സ്ക്വയർ ചെയ്യുന്നു, 4√3 ഹോൾ സ്ക്വയർ ചെയ്യുന്നു, 3√6 ഹോൾ സ്ക്വയർ ചെയ്യുന്നു. അപ്പം 5ന്റെ സ്ക്വയർ 25, √2ന്റെ സ്ക്വയർ 2 ആണ്. അപ്പൊ 25 × 2 2√7. അപ്പോ 2ന്റെ സ്ക്വയർ 4 ആണ്, √7ന്റെ സ്ക്വയർ 7 ആണ്. ഇനി 4ന്റെ സ്ക്വയർ 16 ആണ്, √3ന്റെ സ്ക്വയർ 3 ആണ്. ഇനി 3ന്റെ സ്ക്വയർ 9 ആണ്, √6ന്റെ സ്ക്വയർ 6 ആണ്. അപ്പൊ നമ്മൾ നോക്കുക ഇതിന്റെ വിലകൾ. 25 2 50 ആണ്, 7 4 28 ആണ്, 16 3 48 ആണ്, 9 6 54 ആണ്. അപ്പോ ഈ വിലകളിൽ ഏറ്റവും വലിയ വില വന്നിരിക്കുന്നത് 54 ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? 3√6 ആയിരിക്കും. 3√6 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. √2 = 1.414 ആയാൽ 1/√2ന്റെ വില എത്ര? ഇത് നിരന്തരമായിട്ട് PSC പരീക്ഷകളിൽ കണ്ടുവരുന്ന ചോദ്യമാണ്. അപ്പൊ നമ്മൾ നോക്കുക, ഈ 1/√2ന്റെ വില കാണാം. അപ്പോ 1/√2 എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യും, 1/1.414. അപ്പൊ ഇത് ഹരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1/√2നെ ഞാൻ 1 കൊണ്ട് ഗുണിക്കുന്നു. 1 കൊണ്ട് ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ അതിന് യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പൊ ഞാനിവിടെ എടുക്കാൻ പോകുന്ന 1 എന്ന് പറയുന്നത് √2 √2 ആണ്. ഇപ്പൊ √2 ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? √2 √2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 1 ഗുണിക്കണം √2 എന്ന് പറഞ്ഞാൽ അംശങ്ങൾ ഗുണിക്കുന്നു. √2 × √2 √4 ആണ്. √4ന്റെ വില 2 ആണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1.414 2 ചെയ്താൽ മതി. ഇനി 1ൽ 2 പോവില്ല, 0 ഇട്ടു. അപ്പൊ 14 എത്ര? 2 ഉണ്ട്, 7. 1ൽ 2 പോവില്ല, 0 ഇട്ടു. 14 എത്ര? 2 7. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 0.707. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. √2 = 1.414 ആയാൽ √2 / 2 + √2ന്റെ വില എത്രയാണ് എന്നാണ്. ഇപ്പോ നമ്മൾ ചെയ്യുന്നു, എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ √2 / 2 + √2. ഇപ്പോ ഇതിനെ ഞാൻ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും എന്ന് പറയും. അത് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാല്, ഈ 2 + √2നെ കൊണ്ട് ഇത് ഹരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല്, ഇതിന്റെ കോഞ്ചുഗേറ്റ് എനിക്കൊരു ഇക്വേഷൻ അറിയാം, a + b × a - b അറിയാം. അപ്പോ ഛേദത്തിലെ മാറ്റമാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, ഇതിന്റെ കോഞ്ചുഗേറ്റ് ആയ 2 - √2 / 2 - √2 കൊണ്ട് ഗുണിക്കുന്നു. അതായത് ഛേദത്തിനെ മാറ്റാൻ പറ്റുമ്പോൾ എന്താണ്? a + b × a - b ഫോർമാറ്റിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മാറ്റാൻ പറ്റും. ഇനി മേലെ അംശം ചെയ്യുന്നു. √2 × 2 എന്ന് പറയുന്നത് എന്താണ്? 2√2 മൈനസ് √2 × √2 2 ആണ്, -2 ഡിവൈഡഡ് ബൈ 2 + √2 × 2 - √2. അപ്പൊ a + b × a - b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. അപ്പോ 2ന്റെ സ്ക്വയർ 4 ആണ്, √2ന്റെ സ്ക്വയർ 2 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പൊ ഇതിൽ എന്താ എഴുതി? 2 ×
√2 - 2 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ഇനി ഇവിടെ അംശത്തില് കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് 2. ഇവിടെയുണ്ട് 2, ഇവിടെയുണ്ട് 2. അപ്പൊ ആ 2നെ ഞാൻ വെളിയിൽ എടുക്കുന്നു. അപ്പോ 2നെ വെളിയിൽ എടുക്കുക എന്ന് പറഞ്ഞാല് ഈ 2√2നെ 2 കൊണ്ട് ഹരിക്കുക എന്നർത്ഥം. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? 2√2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? √2a ഉണ്ടാവും. മൈനസ് 2നെ 2 കൊണ്ട് 2ൽ നിന്ന് 2 വെളിയിൽ എടുത്താൽ 2 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഈ രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. √2 - 1 എന്ന് പറഞ്ഞാലോ √2ന്റെ വില എന്താണ്? 1.414 ആണ്. -1 എന്ന് പറഞ്ഞാലോ 0.414. ഇത് PSC പരീക്ഷയുടെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ തെറ്റിക്കാൻ പാടില്ല. ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലഘൂകരിക്കുക. √5 + √3 ഡിവൈഡഡ് ബൈ √5 - √3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ √5 + √3 ഡിവൈഡഡ് ബൈ √5 - √3 ഇൻറ്റു എന്ത് ചെയ്യാ? ചെയ്തതിനെ മാറ്റണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുന്നു? √5 + √3 ഡിവൈഡഡ് ബൈ √5 + √3. അപ്പൊ ഇവിടെ നോക്കുക, മുകളിൽ നോക്കുക. a + b × a + b എന്ന് പറഞ്ഞാൽ a + b ഹോൾ സ്ക്വയർ ആണ്. a + b ഹോൾ സ്ക്വയർ നമുക്ക് എന്താണ്? a² + 2ab + b² ആണ്. അപ്പോൾ മേലെ നമ്മൾ അംശത്തെ എങ്ങനെ എഴുതുന്നു? a² എന്ന് പറഞ്ഞാൽ √5ന്റെ സ്ക്വയർ എന്താണ്? 5. a² + 2ab 2 × √5 × √3. അപ്പോൾ √15 2ab + b². √3ന്റെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. ഡിവൈഡഡ് ബൈ a + b × a - b ആണുള്ളത്. a + b × a - b. അപ്പോൾ എന്താ? a² - b². a എന്ന് പറയുന്നത് √5. √5ന്റെ സ്ക്വയർ എത്രയാണ്? 5 ആണ്. 5 - √3ന്റെ സ്ക്വയർ 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിൽ ചെയ്യാം. 5 ഉം 3 ഉം 8. 8 + 2√15 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. ഇനി 8 + 2√15. അപ്പൊ ഇതിൽ നിന്ന് കോമൺ ഫാക്ടർ ആയ 2 വെളിയിൽ എടുക്കുന്നു. 2 വെളിയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4, 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 ആണ്. അപ്പോ 1√15 ഡിവൈഡഡ് ബൈ 2 എന്ന്. അപ്പൊ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആവും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 4 + √15 എന്നാണ്. അപ്പോ √15ന്റെ വില തന്നിട്ടുണ്ടെങ്കിൽ √15ന്റെ വില 3.88 ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ആൻസർ കിട്ടുക 7.88 ആൻസർ കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. √5 × √5, അതായത് ഉള്ളിലാണ്, റൂട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് √5 വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ നോക്കണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ √a എന്ന് പറഞ്ഞാൽ a⁻1/2 ആണ്. അപ്പൊ ഞാൻ ഈ √5നെ മാറ്റുമ്പോഴേ ഇതെന്താ എഴുതുക? 5⁻1/2 എന്ന് എഴുതാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? √5 × 5⁻1/2. 5 എന്ന് പറഞ്ഞാൽ 5⁻1 ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m × a⁻n = a⁻m + n. a⁻m × a⁻n = a⁻m + n. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? √5 × 5⁻1/2 എന്ന് പറഞ്ഞാൽ 1 + 1/2 പവർ ആയിട്ട് എഴുതണം. അപ്പൊ 1 + 1/2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? √5/3/2. ഇനി ഇതിന്റെ റൂട്ട് ഒഴിവാക്കണം. റൂട്ട് ഒഴിവാക്കാൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ⁻1/2 എന്നാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 5⁻3/2 all raised to 1/2. അപ്പോ വേറൊരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. a⁻m all raised to n = a⁻m n എന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഴുതുന്നു? 5⁻3/2 × 1/2 that is equal to 5⁻3/4 ആണ്. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ ഇക്വേഷൻ ആണ് 2⁻n - 1 ഡിവൈഡഡ് ബൈ 2⁻n എന്നാണ്. ഈ n എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം √5 വരുന്നുണ്ടെന്നാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം ഇൻഫിനിറ്റി വരെ പോകുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? √5 × √5 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യമുള്ളൂ. അപ്പൊ n എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2⁻2 - 1 ഡിവൈഡഡ് ബൈ 2⁻2 ആണ്. അപ്പൊ 2⁻2 എന്ന് പറഞ്ഞാൽ 4 - 1 ഡിവൈഡഡ് ബൈ 4 that is equal to 3/4 ആണ്. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് എഴുതി വെച്ചാൽ മതി? 5⁻3/4 എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ
പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ n എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര പ്രാവശ്യം ഉണ്ട് എന്നാണ്. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. √8 ഇൻറ്റു √8 ഇൻറ്റു √8 ഒക്കെ റൂട്ടിനുള്ളിലായിട്ട് ഇങ്ങനെ പോവാണ്. അപ് ടു ഇൻഫിനിറ്റി വരെ ഉണ്ട്. നേരത്തെ പഠിച്ച ക്വസ്റ്റ്യനിൽ ഇൻഫിനിറ്റി വരെ ഉണ്ടായിരുന്നില്ല. √5 ഇൻറ്റു അതിന്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം മാത്രമേ √5 ഉണ്ടായിരുന്നുള്ളൂ. ഇത് അനന്തത വരെ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ അവസാനത്തെ √8 നമ്മൾ മാറ്റുമ്പോൾ 8⁻1/2 എന്നൊക്കെ പറഞ്ഞ് എഴുതി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇൻഫിനിറ്റി വരെ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ മുമ്പേ പഠിച്ച ഇക്വേഷൻ ഉപയോഗിക്കായിരുന്നു. 2n - 1 / 2n എന്ന് എന്താണോ കിട്ടുന്നത് അത് ഇതിന്റെ പവർ എഴുതി വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് എന്ന് പറഞ്ഞാൽ ക്രിയകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എപ്പോഴും എന്തായിരിക്കും? അപ് ടു ഇൻഫിനിറ്റി വരെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം എപ്പോഴും 8 തന്നെ ആയിരിക്കും. റൂട്ടിനുള്ളിലെ സംഖ്യ ഏതാണോ അത് തന്നെ ആയിരിക്കും ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇവിടെ 8 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. √20 പ്ലസ് √20 പ്ലസ് √20 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി ഒക്കെ റൂട്ടിനുള്ളിലായിട്ടാണ് വീണ്ടും 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 പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഗുണനമായിരുന്നു ചിഹ്നം. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ പ്ലസ് ആണുള്ളത്. അപ്പൊ നമ്മള് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x = √20 പ്ലസ് √20 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി അത് സോൾവ് ചെയ്തിട്ട് വേണം ഉത്തരം കണ്ടുപിടിക്കാൻ. പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് PSC പരീക്ഷകളിൽ എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ റൂട്ടിനുള്ളിലെ സംഖ്യ 20 ആണ്. അതായത് റൂട്ടിനുള്ളിൽ തരുന്ന സംഖ്യകൾ തൊട്ടടുത്ത എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലമാണെങ്കിൽ അത് ആദ്യം നമ്മൾ നോട്ട് ചെയ്യാം. അപ്പോൾ ഇത് തൊട്ടടുത്ത എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലമാണ്. 4 × 5 ആണ് 20. ഇനി നോക്കുക, ഇതിന്റെ ഉള്ളിലെ ചിഹ്നം നോക്കുക, പ്ലസ് ആണ്. ഇതിന്റെ ഉള്ളിലെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പോസിറ്റീവിനെ സൂചിപ്പിക്കുന്ന വലുതിനെ പ്ലസ് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എപ്പോഴും 5 ആയിരിക്കും. അതായത് എപ്പോഴും 5 ആയിരിക്കും. ഇത് 20 ആയതുകൊണ്ടാണ്. ഇപ്പം 90 ആണെങ്കിൽ എന്തായിരിക്കും? 90 √90 പ്ലസ് √90 പ്ലസ് എക്സെട്ര ടു 90 ആണെങ്കിൽ √90 ആണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? 9 × 10 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 10 ആയിരിക്കും. ഇതിന് പകരം ഇവിടെ മൈനസ് ആണെങ്കിൽ നോക്കാം, √20 മൈനസ് √20 മൈനസ് √20 മൈനസ് എക്സെട്ര ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? 4 ആയിരിക്കും. കാരണം എന്താ? തൊട്ടടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ്. 4 × 5 ആണ് 20. ഇപ്പൊ ചിഹ്നം മൈനസ് ആണ്. മൈനസ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? 4 ആയിരിക്കും. ക്ലിയർ? നോക്കുക, √41 മൈനസ് അതിന്റെ ഉള്ളിൽ വീണ്ടും √21 പ്ലസ് അതിന്റെ ഉള്ളിൽ വീണ്ടും √19 മൈനസ് അതിന്റെ ഉള്ളിൽ വീണ്ടും √9. ഇപ്പൊ √9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ആദ്യം നമുക്ക് ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. കാരണം √9 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. ഇപ്പൊ 19 നിന്നും 3 കുറച്ചാൽ എത്രയാ? 19 നിന്നും 3 കുറച്ചാൽ 16 ആണ്. ഇപ്പൊ √16 എന്ന് പറയുമ്പോൾ √16 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇപ്പൊ റൂട്ട് ഒഴിവാകുമ്പോൾ 4 പുറത്ത് വരും. ഇപ്പൊ 21 4 കൂട്ടിയാൽ 25. √25 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇപ്പൊ √25 5. ഇപ്പൊ റൂട്ട് ഒഴിവാകുമ്പോൾ ഇവിടെ -5 ആയിരിക്കും. 41 നിന്നും 5 കുറച്ചാൽ എന്താണ്? 36 ആയിരിക്കും. ഇപ്പൊ √36 ആയിരിക്കും. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ വളരെ ലളിതമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. x ഡിവൈഡഡ് ബൈ √162 സമം √128 ഡിവൈഡഡ് ബൈ x ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ x എന്ന് പറയുന്ന ഫാക്ടർ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ ഈ റൂട്ട് എന്ന് പറയുന്ന ഫാക്ടർ അപ്പുറം കൊണ്ടുപോകുക. അപ്പൊ എക്സും ഇതിങ്ങോട്ട് വരുന്നുണ്ടാവും ഗുണിക്കണം. അപ്പൊ x × x ഉണ്ടാവും x² = √128 into √162 ആവും. അപ്പോ x² = ഇവിടെ നോക്കാം, √a ഗുണിക്കണം √b എന്ന് പറഞ്ഞാൽ എപ്പോഴും √ab ആണ്. √a ഗുണിക്കണം √b എന്ന് പറഞ്ഞാൽ എപ്പോഴും √ab ആണ്. അപ്പൊ ഇതിനെ ഞാൻ എങ്ങനെ എഴുതും? √128 into √128 എന്ന് എഴുതും. വേണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? x² = √128 എന്ന് പറഞ്ഞാൽ 64 × 2 ആണ്. 162 എന്ന് പറഞ്ഞാൽ 81 × 2 ആണ്. അപ്പോ x² = 64 റൂട്ട് 8 ആണ്. 2 2 4 4ന്റെ റൂട്ട് 2 ആണ്. 81ന്റെ റൂട്ട് 9 ആണ്. ഇനി നമ്മള് x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ x കാണണമെങ്കിൽ വീണ്ടും എന്താവും? x = √8 × 2 × 9 ആവും. അപ്പം
എന്തായിരിക്കും 8 2 16 16 റൂട്ട് എത്രയാ 4 ആണ് 9ന്റെ റൂട്ടോ 3 ആണ് അപ്പോൾ 4 ഗുണിക്കണം 3 എത്രയായിരിക്കും 12 ആയിരിക്കും അതായിരിക്കും നമ്മുടെ ആൻസർ ക്ലിയർ സ്ക്വയർ റൂട്ട് ഓഫ് 1.25 into 1.6 divided by 0.04 into 0.5 അപ്പം ഈ ക്രിയ നമ്മൾ ചെയ്യണം എങ്ങനെ ചെയ്യാം നമ്മൾ ആദ്യം ഇതിന്റെ ദശാംശം ഒഴിവാക്കണം അപ്പോൾ ഇതിന്റെ 1.25ന്റെ ദശാംശം ഒഴിവാക്കണം ഇതിനെ 100 കൊണ്ട് ഗുണിക്കണം ഇതിനെ 1.6നെ 16 ആക്കണമെങ്കിൽ 10 കൊണ്ട് ഗുണിക്കണം അപ്പോൾ മുകളിൽ ആകെ 1000 കൊണ്ട് ഗുണിക്കണം അപ്പോൾ മുകളിൽ 1000 കൊണ്ട് ഗുണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെയും 1000 കൊണ്ട് ഗുണിക്കണം അതായത് 1.25 into 1.6 into 1000 divided by ഇവിടെ നോക്കുക 0.04 into 0.5 into 1000 കാരണം എന്താ ഞാൻ 1000 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ 1 ആണ് ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ അവിടെ യാതൊരു വ്യത്യാസവുമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ നോക്കുക ഇതിനെ 4 ആക്കണമെങ്കിൽ ഇതിനെ 100 കൊണ്ട് ഗുണിക്കണം ഇതിനെ 10 കൊണ്ട് ഗുണിക്കണം അപ്പൊ 100 into 10 1000 തന്നെയാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ എന്താക്കി എഴുതാം ഡയറക്റ്റ് സംഖ്യകളായിട്ട് എഴുതാം അപ്പൊ 125 into 16 ഡിവൈഡഡ് ബൈ 4 ഗുണിക്കണം 5 ഇനി നോക്കുക 125 എത്ര 5 ഉണ്ട് 25 5 125 ആണ് 16 എത്ര 4 4 ആണ് ഇനി റൂട്ട് ഓഫ് 25 into 4 എന്ന് പറഞ്ഞാൽ എത്രയാ റൂട്ട് 100 ആണ് റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 ആണ് ഇനി ഇവിടെ നോക്കുക ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം പക്ഷെ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞാല് ഇങ്ങനെ വന്നാല് ഇപ്പം ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അംശത്തിലും ഛേദത്തിലും അതായത് അംശത്തിലും ഛേദത്തിലും ദശാംശത്തിന് ശേഷമുള്ള സംഖ്യകളുടെ എണ്ണം തുല്യമാണെങ്കിൽ അതിനെ ഡയറക്റ്റ് സംഖ്യകളായിട്ട് എഴുതാം അതായത് ഇതാ ഇവിടെ ഇതിനെ ഡയറക്റ്റ് സംഖ്യകളായിട്ട് എഴുതിയത് ഞാൻ ഇവിടെ നോക്കാം കാരണം എന്താ അംശത്തിലും ഛേദത്തിലും ദശാംശത്തിന് ശേഷമുള്ള സംഖ്യകളുടെ എണ്ണം തുല്യമാണ് ഇതാ ദശാംശത്തിന് ശേഷം 1 2 3 ഇവിടെ നോക്കുക 1 2 3 അപ്പൊ ഇതിനെ ഡയറക്റ്റ് സംഖ്യകളായിട്ട് എഴുതാം അതായത് ഇപ്പോ 6.25 ഡിവൈഡഡ് ബൈ 0.25 എന്ന് പറഞ്ഞാൽ 625 ഡിവൈഡഡ് ബൈ 25 എന്നാണ് അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ നോക്കണം അംശത്തിലും ഛേദത്തിലും ദശാംശത്തിന് ശേഷമുള്ള സംഖ്യകളുടെ എണ്ണം തുല്യമാണെങ്കിൽ അതിനെ ഡയറക്റ്റ് സംഖ്യകളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഡയറക്റ്റ് സംഖ്യകളായിട്ട് എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ടീച്ചേഴ്സ് ക്ലാസ് ട്യൂബിന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ വീഡിയോസും വളരെ കൃത്യമായിട്ട് കാണുക PSC ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം തന്നെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താങ്ക് യു